ഒബ്സർവേഷനുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് എല്ലായിടവും സേഫായി ഫീൽ ചെയ്യില്ല? നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചില കുഞ്ഞുങ്ങളുണ്ട്, അവർ വളരെ ശാന്തരായിരിക്കും. എല്ലാവരും കളിക്കുമ്പോൾ അവർ ചുറ്റുപാട് നോക്കും, മഴയുടെ ശബ്ദം കേൾക്കും, മരങ്ങളുടെ ഇലകൾ കാറ്റിൽ ചലിക്കുന്നത് ശ്രദ്ധിക്കും. ആരുടെയെങ്കിലും മുഖത്തെ ചെറിയ വിഷമം പോലും അവർ നോട്ടീസ് ചെയ്യും. പക്ഷെ പലരും ഈ കുട്ടികളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വളരെ സെൻസിറ്റീവാണ്, പേടിയുള്ള കുട്ടിയാണ്, യാതൊരു കോൺഫിഡൻസും ഇല്ല. പക്ഷേ സത്യം ഇതേയല്ലേ അല്ല. അവർക്ക് ഒബ്സർവേഷൻ സ്കില്ല് കൂടുതലായിരിക്കും. അവർ ചുറ്റുമുള്ള കാര്യങ്ങൾ വളരെ ആഴത്തിൽ ശ്രദ്ധിക്കും. ചിലപ്പോൾ ആഴത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് സാധാരണ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഇവരുടെ ശ്രദ്ധ വരണമെന്ന് നിർബന്ധവുമില്ല. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കും: ഇവിടെ സേഫ് ആണോ? ചില കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ അത് വളരെ കൂടുതൽ ശ്രദ്ധിക്കും. അവര് ശബ്ദത്തിൽ ദേഷ്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കും. അച്ഛനോ അമ്മയോ ഒന്ന് നോക്കിയാൽ മതി, അവർക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടും. വീട്ടിലെ ടെൻഷൻ മുഴുവനും ഇവർക്ക് ഫീൽ ചെയ്യും. ആരെങ്കിലും തെറ്റായി ഒന്ന് സംസാരിച്ചാൽ, അല്ലെങ്കിൽ സത്യസന്ധമല്ലാതെ സംസാരിച്ചാൽ പോലും ഈ കുട്ടികളത് മനസ്സിലാക്കും. വലിയ ശബ്ദവും ക്രൗഡും ഒക്കെ ഉള്ളിടത്ത് അവരെ പെട്ടെന്ന് ക്ഷീണിതരാക്കും. അവർ സ്വയം തളർന്നു പോകുന്നൊരു മാനസികാവസ്ഥയായിരിക്കും. അപ്പോൾ അവർ സൈലൻ്റ് ആയിട്ടിരിക്കും. ഒറ്റയ്ക്ക് കുറച്ച് സമയം ചെലവിടാൻ നോക്കും. ചിലപ്പോൾ മറ്റാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അവർ നടന്നിരിക്കും. അവർ ചിലപ്പോൾ വരയ്ക്കാൻ താല്പര്യം കാണിക്കും, പാട്ടിനോട് താല്പര്യം കാണിക്കും, പക്ഷികളുടെ ശബ്ദത്തോട് താല്പര്യം കാണിക്കും, പ്രകൃതിയെ നോക്കും, മണ്ഡല വരയ്ക്കും, പുസ്തകം വായിക്കും. കാരണം അവരുടെ മനസ്സ് അവരുടെ ഉള്ളിലെ കാംനെസ് തേടുകയാണ്. പ്രകൃതിക്ക് ഒരു പ്രത്യേക റിഥമുണ്ട്. മഴയുടെ റിഥം, കടലില് തിരമാലയുടെ ശബ്ദം, അതൊരു പ്രത്യേക താളത്തിലാണ്. പക്ഷികളുടെ ശബ്ദം, കാറ്റില് ഇലകൾ ചലിക്കുന്ന ശബ്ദം, ഇതൊക്കെ ബ്രെയിനിന് ഒരു കാമിങ് എഫക്റ്റ് ആയിരിക്കും നൽകുക. അതുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങൾ മഴ നോക്കിയിരുന്ന് ആസ്വദിക്കുന്നത് കാണാം. ചില കുഞ്ഞുങ്ങൾ മണ്ണിൽ കളിക്കുമ്പോൾ മറ്റൊന്നും ആലോചിക്കാറില്ല. പൂക്കളെ കാണുമ്പോൾ ചില കുട്ടികൾ ഒരുപാട് സന്തോഷിക്കുന്നത് കാണാം. ചില കുഞ്ഞുങ്ങൾ മണ്ഡലയുടെ ചില പാറ്റേൺസ് ഇഷ്ടപ്പെടാറുണ്ടാവും. കാരണം ചില റിപ്പീറ്റഡ് പാറ്റേൺസ് അവരുടെ മനസ്സിന് സ്വയം സമാധാനം നൽകുന്നതായിരിക്കും. അത് പക്ഷേ അമ്മയ്ക്കോ അച്ഛനോ മനസ്സിലാകണമെന്നില്ല. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് കുറവാണ്. ഫാസ്റ്റായിട്ടുള്ള റീൽസ്, വലിയ ശബ്ദങ്ങൾ, നോട്ടിഫിക്കേഷൻ, കോൺസ്റ്റന്റ് സ്ക്രീൻ യൂസേജ്, അവ പലപ്പോഴും ബ്രെയിനിനെ അലേർട്ടാക്കി വെക്കും. ഒബ്സർവേഷൻ സ്കില്ല് കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൂടുതൽ ബാധിക്കുകയും ചെയ്യും. ഫോൺ ഓവർലോഡ് വേഗം ഫീൽ ചെയ്യും. ക്രൗഡിൽ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ ഇവർക്ക് മാനസികമായിട്ടൊരു ക്ഷീണം തോന്നും. ശബ്ദം കൊണ്ട് ഒരു എക്സോസ്റ്റഡ് ഫീലിംഗ് തോന്നും. പക്ഷെ പലപ്പോഴും സൊസൈറ്റി ഇവരെ മനസ്സിലാക്കുന്നത് ഈ കുട്ടി വീക്കാണെന്നാണ്. സത്യത്തിലല്ല. അവരുടെ നെർവസ് സിസ്റ്റം കൂടുതൽ സെൻസിറ്റീവാണ്. ഒരു കുഞ്ഞ് സൈലൻ്റ് ആണെന്ന് മാത്രം കരുതി അതൊരു പ്രോബ്ലം ചൈൽഡ് അല്ല. മേ ബി ആ കുഞ്ഞ് ലോകത്തെ വളരെ ഡീപ്പായിട്ട് കാണുന്ന, വളരെയേറെ ഒബ്സർവേഷനുള്ള ഒരു കുട്ടിയായിരിക്കും. ചിലപ്പോൾ ആ കുട്ടിയുടെ ആ നിരീക്ഷണ പാഠവുമായിരിക്കാം അവനെ ഭാവിയിലൊരു റിസർച്ചർ ആക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയൊരു ആർട്ടിസ്റ്റായി മാറുന്നത്, റൈറ്റർ ആവുന്നത്, ഇന്നവേഷൻസ് ആ കുട്ടിയുടെ താല്പര്യമായിരിക്കും. ഡീപ്പ് തിങ്കറായി മാറിയേക്കാം. മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന വലിയ വലിയ ലീഡർമാരാവാം. ഇതിനെല്ലാം സാധ്യതയുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടത് ഫിയർ അല്ല, സേഫ് ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്, കുഞ്ഞുങ്ങളുടെ അടുത്ത് ഷൗട്ടിങ് കുറയ്ക്കൂ അച്ഛനമ്മമാര്. കാം അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാക്കൂ. കുടുംബത്തില് മറ്റുള്ളവർ പരസ്പരം ഷൗട്ട് ചെയ്യുന്നത് കേട്ടാലും കുട്ടിക്കത് ഫീലാകും കേട്ടോ. കുഞ്ഞിൻ്റെ അടുത്ത് മാത്രമല്ല, ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടി വഴക്കുണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ മുത്തശ്ശിയും അമ്മയും കൂടി വഴക്കുണ്ടാക്കിയിട്ട് പറയും, ഞാൻ ആ കുട്ടിയോടല്ലല്ലോ ദേഷ്യപ്പെട്ടത്. പക്ഷെ അത് മതി ആ കുഞ്ഞിനെ തകർക്കാൻ.
പ്രകൃതിയോട് കണക്ട് ചെയ്യാനായിട്ട് കൂടുതൽ അവസരം നൽകണം. നിർബന്ധമായും കുട്ടിക്ക് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ പ്രകൃതിയിൽ ഇറങ്ങി ചെലവഴിക്കാനായിട്ടുള്ള അവസരം ഓരോ ദിവസവും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഓരോ കുട്ടിക്കും അത് അത്യാവശ്യമാണ്. വെപ്രാളപ്പെട്ട് എങ്ങോട്ടാ ഓടുന്നത്? പഠിച്ചിട്ട് നേടുന്നതിനേക്കാൾ കൂടുതൽ നേടാൻ ഇത് സഹായിക്കും. ഈസി ആയിട്ട് പഠിക്കാനും കുട്ടിക്ക് മാനസികാവസ്ഥ ഉണ്ടാവും. ഡ്രോയിങ് എൻകറേജ് ചെയ്യണം. ഡ്രോയിങ് എല്ലാവർക്കും പറ്റും. എനിക്കറിയില്ല ഡ്രോയിങ്, ഞാൻ വരയ്ക്കില്ല എന്നല്ല, എല്ലാവർക്കും ഡ്രോയിങ് പറ്റും. അത് നമ്മളുടെ ഒരു ധാരണയാണ്, എല്ലാവർക്കും വരയ്ക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ ഓരോ കുട്ടിയും വരയ്ക്കുന്നത് അവനവൻ്റെ വരെയാണ്. അത് ഓരോരുത്തർക്കും സാധിക്കും. അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള മ്യൂസിക്കുകൾ. പക്ഷേ സ്ക്രീൻ ഓവർലോഡ് കുറയ്ക്കണം കേട്ടോ. ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കുഞ്ഞിനെ ഒന്ന് കേൾക്കുക. ഒരു കുഞ്ഞിൻ്റെ മനസ്സ് സേഫായി ഫീൽ ചെയ്യുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി താനേ പുറത്തേക്ക് വരും. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ അല്ല. ചിലർ ലോകത്തെ നോക്കും, ചിലർ ലോകത്തെ ഫീൽ ചെയ്യും. ഒബ്സർവേഷൻ സ്കില്ലുള്ള കുഞ്ഞുങ്ങൾ പലപ്പോഴും വീക്കല്ല, അവർ ലോകത്തെ ആഴത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. അതിനാൽ അവരെ മാറ്റാൻ ശ്രമിക്കാതെ അവർക്ക് സേഫായ ഒരു അന്തരീക്ഷം നമുക്ക് നൽകണം നമ്മുടെ വീടുകളിൽ. കാരണം സേഫ് ഫീലിംഗ് ഉള്ള കുഞ്ഞ് മാത്രമേ ജീവിതത്തിൽ വിജയിക്കൂ. അവർക്ക് അത്ഭുതകരമായി വളരാൻ സാധിക്കും. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. നമുക്ക് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഹൃദയത്തിൽ നിന്നും ബ്ലെസ് ചെയ്യാം. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.